30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഒരുങ്ങുകയാണ് തലസ്ഥാനം. ഡെലിഗേറ്റുകളുടെ രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ഡിസംബർ 12 മുതൽ 19 വരെ തിരുവനന്തപുരത്ത് വിവിധ വേദികളിലായി ചലച്ചിത്രമേള നടക്കും. വിവരങ്ങളുമായി ശ്രീനന്ദ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീനന്ദ, അങ്ങനെ ഒരുങ്ങിത്തുടങ്ങുന്നു അടുത്ത അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തലസ്ഥാനം, അല്ലേ? തീർച്ചയായിട്ടും കൃഷ്ണ, അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്കാണ് വീണ്ടും ഒരു തുടക്കം കുറിക്കുന്നത്. 30ാമത് ചലച്ചിത്രമേളയാണ് തുടങ്ങുന്നത്. ഈ മാസം ഡിസംബർ 19-19 തീയതി വരെയാണ് ഈ ഒരു ചലച്ചിത്രമേള നടക്കുന്നത്. അതിൻ്റെ ഡെലിഗേറ്റ് രജിസ്ട്രേഷനാണ് ഇന്ന് 10 മണി മുതലാണ് ഇത് ഓൺലൈനായി ആരംഭിക്കുന്നത്. അതിനുവേണ്ടി രജിസ്ട്രേഷനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ FK അധികൃതരൊക്കെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് ഓൺലൈനായി 10 മണി മുതൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതിൽ ഏറ്റവും ഒരു വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ കയറിയ ശേഷം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ സാധാരണ പൊതുവിഭാഗങ്ങളിൽ GST ഉൾപ്പെടെ 1180 രൂപയും വിദ്യാർത്ഥികൾക്ക് GST ഉൾപ്പെടെ 590 രൂപയുമാണ് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് ഈടാക്കുന്നത്. എന്തായാലും 30ാമത് IFFKക്ക് ഇവിടെ തുടക്കമാവുകയാണ് എന്ന് നമുക്ക് ഇന്നൊരു ദിവസം പറയാൻ സാധിക്കും. കാരണം ഡിസംബർ 12 തീയതി മുതൽ 19 തീയതി വരെയാണ് തിരുവനന്തപുരത്ത് ഇനിയൊരു ആഘോഷമേളമായിരിക്കും. കഴിഞ്ഞ IFFK ഒക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഒരു IFFK തുടങ്ങുന്ന സമയത്ത് തിരുവനന്തപുരം ആകെ ഒന്ന് മോടി പിടിച്ചൊന്ന് മാറുന്നൊരു ഘട്ടത്തിലേക്ക് എത്തും. അതിൻ്റെ ഒരു തുടക്കമായിട്ട് ഇന്ന് അതിൻ്റെ ഒരു തുടക്കം കുറിക്കുക എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്തായാലും രജിസ്ട്രേഷൻ ആയിട്ടുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാക്കിയതായാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്ന് തന്നെ ആ രജിസ്ട്രേഷനൊക്കെ ആരംഭിക്കും. 12 തീയതി വളരെ വലിയ വിപുലമായ സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഇത്തവണത്തെ ചലച്ചിത്രമേളയ്ക്ക് തുടക്കം കുറിക്കുന്നത്. കൃഷ്ണരാജ്, 30ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഒരുങ്ങുകയാണ് തലസ്ഥാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീനന്ദ.